സാറേ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാന് സഹായമായത് ചൈനയുടെ ചില ഉപഗ്രഹങ്ങളുടെ കൂടെ പിന്തുണയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലൊരു സാഹചര്യം ഇനി ഉണ്ടായാൽ ഇന്ത്യയും അത്തരത്തിൽ ഒരു 52ഓളം ഉപഗ്രഹങ്ങളുടെ ഒരു ക്ഷീരപഥം അങ്ങനെ ഒരു സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് വാർത്ത കേൾക്കുന്നല്ലോ. നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ചൈനയ്ക്ക് ഉപഗ്രഹ ശക്തി നമ്മളെക്കാൾ കൂടുതലുണ്ട്. ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. ആ ഉപഗ്രഹങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, നമ്മുടെ സൈനിക നീക്കങ്ങൾ, അതൊക്കെ അറിയത്തക്ക വിധം പാകിസ്ഥാനെ സഹായിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതായത് പാകിസ്ഥാനെ ചൈന അതിൻ്റെ ഉപഗ്രഹങ്ങൾ കൊണ്ട് സഹായിച്ചതായിട്ട് വിവരം ഉണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ ഈ വിമാനവേദ സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ നീക്കി പല സ്ഥലത്താക്കാനുമൊക്കെ ചൈന സഹായിച്ചതായിട്ടും 2 തരത്തിൽ സഹായം കൊടുത്തതായിട്ട് വിവരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് നമുക്ക് നേരത്തെയുള്ള പദ്ധതി തന്നെയാണ് ഈ ഉപഗ്രഹങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു പോരാട്ടത്തിന് സഹായിക്കത്തക്ക വിധത്തിൽ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. അത് 52 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ട് അതിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഒരു സംഘർഷമുണ്ടായാൽ ഉപയോഗിക്കുക എന്നുള്ള പദ്ധതിയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് സ്റ്റാറ്റിക് ആയിരിക്കില്ല. കാരണം ഒരു സ്ഥലത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഉപഗ്രഹം മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും ഒരു ശ്രേണി, ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടായിരുന്നാൽ മാത്രമേ ഒരു സ്ഥലത്തിൻ്റെ നിരീക്ഷണം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുകയുള്ളൂ. എന്നുവെച്ചാൽ ഒന്ന് മാറിയാൽ അടുത്തത് അതേ പൊസിഷനിലേക്ക് വരണം. അങ്ങനെ പൊസിഷനിൽ എപ്പോഴും ഉപഗ്രഹങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിലാണ് ഈ 52 ഉപഗ്രഹങ്ങളുടെ പദ്ധതി. നമ്മൾ ഇപ്പോൾ അമേരിക്ക തന്നെ ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞ പദ്ധതി സ്പേസിലാണല്ലോ. അവരും ധാരാളം ഉപഗ്രഹങ്ങൾ കൊണ്ടാണല്ലോ ചെയ്യുന്നത്. 16,000 ഉപഗ്രഹങ്ങൾ. നമ്മളത് നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷണം കൃത്യമാകാൻ വേണ്ടിയിട്ടാണ്. ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കില്ല, ഒരേ സ്ഥലത്തായിരിക്കില്ല ഉപഗ്രഹം എന്നുള്ളതുകൊണ്ടാണ് ഉപഗ്രഹങ്ങളുടെ എണ്ണം സ്പേസ് വാറിൽ കൂട്ടേണ്ടി വരുന്നത്. അപ്പം നമ്മൾ 52 ഉപഗ്രഹങ്ങളുടെ ഒരു കോൺസ്റ്റലേഷൻ ആണ് ക്ഷീരപഥം ഉണ്ടാക്കാൻ നോക്കുന്നത്. അടുത്ത 5 വർഷം കൊണ്ട് നമ്മളത് ഉണ്ടാക്കും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതായത് സ്പൈങ് ഫ്രം സ്പേസ് അല്ലേ, ബഹിരാകാശത്ത് നിന്ന് ചാരപ്രവർത്തനം നടത്തുക. അപ്പോൾ അതിന് സഹായിക്കുമായിരുന്ന ഒരു ഉപഗ്രഹമാണ് NVS-02 എന്ന് പറയുന്ന ഉപഗ്രഹം. അതിനെ കൃത്യമായ ഭ്രമണപഥത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അടുത്തിടെ വിക്ഷേപിച്ചതാണ്. അതിന് കൃത്യമായ ഭ്രമണപഥത്തിൽ ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പദ്ധതിക്ക് കുറച്ച് താമസം വരുന്നു. അതിൻ്റെ ത്രസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഉപഗ്രഹത്തിൻ്റെ ജനുവരി 29 അത് വിക്ഷേപിച്ചത്. അപ്പോൾ അതിനാണ് ഇങ്ങനൊരു പാളിച്ച സംഭവിച്ചത്. GSLV Mk2 എന്ന് പറഞ്ഞ റോക്കറ്റിലാണ് ആ NVS-02 വിക്ഷേപിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊരു കാലതാമസം ഇതിൽ വരുന്നുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ഉപഗ്രഹ വിക്ഷേപണമായിരുന്നു അത്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, NAV-IC എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 52 ഉപഗ്രഹങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ സഹായം നേടാനുള്ള പദ്ധതി. അതിർത്തിക്കപ്പുറം 1500 കിലോമീറ്റർ വരെ നിരീക്ഷണം നടത്താൻ പറ്റും എന്ന് പറയുമ്പോൾ ചൈനയും പാകിസ്ഥാനും കൃത്യമായി നിരീക്ഷിക്കുക. ഓരോ സ്ഥലത്ത് കിടക്കുന്ന വാഹനങ്ങൾ, സ്കൂട്ടർ, സൈക്കിൾ വരെയൊക്കെ ചെറിയ സാധനം പോലെ നിരീക്ഷിക്കാവുന്ന വിധത്തിൽ 1500 കിലോമീറ്റർ അപ്പുറം വരെ ചെയ്യുന്നത്. ഇന്ത്യക്ക് പക്ഷേ ഇതിൻ്റെ അകത്ത് പല ഗ്യാപ്പുകൾ ഇപ്പോൾ ഉണ്ടെന്ന് പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നുണ്ട്. സ്പേസ് അസറ്റ്സ് ചൈനയ്ക്കാണ് കൂടുതൽ, ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ചൈനയ്ക്കാണ് കൂടുതൽ. നമ്മുടെ ഇതിൻ്റെയൊക്കെ 4-5 ഇരട്ടി ഉപഗ്രഹങ്ങൾ അവർക്കുണ്ട്. 7 ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങളുണ്ട് അവർക്ക്. ജിയോ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ പൊസിഷൻ കൃത്യമായിട്ടിരിക്കുന്ന, എപ്പോഴും കാണത്തക്ക വിധത്തിൽ.
എപ്പോഴും നിരീക്ഷിക്കാൻ കഴിയുന്ന 7 ഉപഗ്രഹങ്ങൾ അവർക്കുണ്ട്, ജിയോ സ്റ്റേഷനറി. പക്ഷേ റെസല്യൂഷൻ കുറവാണ് അതിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളുടെയൊക്കെ. എന്ന് പറഞ്ഞാൽ വ്യക്തത കുറവാണ്, ബാൻഡ് വിഡ്ത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ S-400 ഇല്ലേ നമ്മളെ, അതുപോലുള്ള സംവിധാനങ്ങളെ കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പരിമിതി എന്ന് പറയുന്നത്. ഇപ്പോൾ കീപ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡാറ്റയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, സംവിധാനം, ട്രാക്കർ. അതിൽ പറഞ്ഞിരിക്കുന്നത് 5330 ഉപഗ്രഹങ്ങൾ ചൈനയ്ക്ക് ബഹിരാകാശത്തുണ്ട്. 5330. അമേരിക്കയ്ക്ക് 11,655 ഉപഗ്രഹങ്ങളുണ്ട്. റഷ്യക്ക് 7,187 ഉപഗ്രഹങ്ങളുണ്ട്. എല്ലാം 7000 അതിൻ്റെ മുകളിലേ. നമുക്ക് എത്രയാണെന്നറിയോ? 218. അത്ര കുറവാണല്ലേ? അപ്പൊ നമ്മൾ എത്രയോ, അതാണ് ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. കാതങ്ങൾക്ക് പിന്നിലാണ്. നമ്മൾ ചൈനയുടെ അടുത്തെത്തണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 6000 ഉപഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പൊ എത്ര ഇരട്ടി ഇല്ലേ? അതെ, ഒരുപാട് നമ്മൾ മുന്നേറാനുണ്ട് അതിൻ്റെ അകത്ത്. ഇനി മറ്റേത് വന്നാൽ തന്നെ 52 എണ്ണേ വരുള്ളൂ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കമാൻഡ്, ശാസ്ത്രം, സൈനികം, സംയുക്ത പരിപാടികൾ ഒക്കെയുള്ള ഉപഗ്രഹങ്ങൾ ചൈനയ്ക്കുണ്ട്. സൈനിക ഉപഗ്രഹങ്ങൾ മാത്രമുണ്ട് ചൈനയ്ക്ക്, നമുക്കങ്ങനെ ഇല്ലല്ലോ. 30-40 ഉപഗ്രഹങ്ങൾ സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ചൈനയുടേത്. അതിൽ തന്നെ വയോഗാൻ എന്ന് പറഞ്ഞിട്ടൊരു ഉപഗ്രഹത്തിൻ്റെ ശ്രേണിയുണ്ട്. അത് ഇരട്ട ഉപയോഗം, ഡുവൽ, സൈനികവും അല്ലാത്തതും കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണത്. വയോഗാൻ 41, വയോഗാൻ 41 2023 ഡിസംബർ 15 വിക്ഷേപിച്ചത് ചൈന. അതിൽ ശാന്തസമുദ്രത്തിൽ നിന്നും ഇന്ത്യ സമുദ്രത്തിൽ നിന്നും ഉള്ള വിവരങ്ങൾ എപ്പോഴും ലഭ്യമാണ്. എപ്പോഴും ശാന്തസമുദ്രവും ഇന്ത്യ സമുദ്രവും ചൈനയുടെ വയോഗാൻ ഉപഗ്രഹത്തിൻ്റെ നിരീക്ഷണത്തിലാണ് 2 കൊല്ലമായിട്ട്. തായ്വാൻ അതിനെ എപ്പോഴും നിരീക്ഷിക്കണം. പിന്നെ വിള, പരിസ്ഥിതി, കാലാവസ്ഥ, ദുരന്തങ്ങൾ തടയൽ, ഇതൊക്കെ ചൈനയ്ക്ക് ഉദ്ദേശമുണ്ട് ആ ഉപഗ്രഹം കൊണ്ട്. ഇൻഡോ പസഫിക്കിലെ ഒരു കാർ പോലും, ഇൻഡോ പസഫിക് മേഖലയിലെ ഓടുന്ന ഒരു കാർ പോലും അവർക്ക് ആ ഉപഗ്രഹത്തിൽ നിന്ന് കാണാം. അമേരിക്കയുടെ ഈ നാവിക ശക്തിയും വിമാനശക്തിയൊക്കെ റിസ്കിലാണ്. ഈ സൗത്ത് ചൈന സീ ഭാഗത്തൊക്കെ വരുന്നില്ലേ, ഫിലിപ്പീൻസിനെ സഹായിക്കാനും തായ്വാനെ സഹായിക്കാനും ഒക്കെ. ഇതൊക്കെ ഇന്ത്യ സമുദ്രത്തിലും മറ്റേ പസഫിക്കിലും ഒക്കെ കാണാൻ കഴിയും. ലോ എർത്ത് ഓർബിറ്റിലാണ് കൂടുതലും മറ്റേ ചൈനയുടെ ഉപഗ്രഹങ്ങൾ. അപ്പോൾ കണ്ടിന്യൂറ്റി കുറയും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രശ്നം. ഈ നിരീക്ഷണങ്ങൾ തുടർച്ചയാവില്ല, നൈരന്തര്യം ഉണ്ടാവില്ല. അതാണ് ലോ എർത്ത് ഓർബിറ്റിലായതിൻ്റെ കുഴപ്പം. 2 മണിക്കൂർ കൊണ്ട് വലം വയ്ക്കും ഭൂമിയെ ഒരു ഉപഗ്രഹം. അപ്പോൾ കുറച്ച് നേരം മാത്രമാണ് ഒരേ പൊസിഷനിൽ ഉണ്ടാവുക. അപ്പോൾ അത് മറികടക്കാനായിട്ട് കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് വേണം. എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടണം. ഒരു ക്ഷീരപഥം തന്നെ ഉപഗ്രഹങ്ങളുടെ ഉണ്ടാക്കി നമ്മൾ വെക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ജിയോ ഓർബിറ്റിൽ ആണ് ഉപഗ്രഹമെങ്കിൽ ഭൂമിയെ പോലെ തന്നെ അത് ജിയോ സ്റ്റാറ്റിക് ആയിരിക്കും, പൊസിഷൻ കൃത്യമായിട്ട് കാണാം. ലോ എർത്ത് ഓർബിറ്റിലല്ലാതെ ജിയോ സ്റ്റാറ്റിലാണെങ്കിൽ, ഇത് ജിയോ ഓർബിറ്റിലാണെങ്കിൽ ഭൂമിയുടെ കൂടെ തന്നെ വലയം വയ്ക്കുന്നതുകൊണ്ട് പൊസിഷൻ എപ്പോഴും കറക്റ്റായിരിക്കും. വയോഗാൻ 41 എന്ന് പറഞ്ഞ് 2023 വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹം അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ജിയോ ഓർബിറ്റിലാണത്. 36,000 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ്, ഭൂമിയുടെ പകുതി എപ്പോഴും കാണാം. അതുകൊണ്ട് ഇന്ത്യയുടേത് ഉച്ചഴയും പോലെയാണ് ഈ മേഖലയിൽ നീങ്ങുന്നത്. 100 എണ്ണം വേണമെന്ന് നമ്മുടെ വ്യോമസേന പറഞ്ഞിട്ടുണ്ട്. ഉപഗ്രഹങ്ങളുടെ ശ്രേണി 100 ഉപഗ്രഹങ്ങൾ. 7 വർഷം കൊണ്ട് ആ അവസ്ഥയിൽ നമ്മൾ എത്തും എന്നാണ് പറയുന്നത്. അപ്പോഴും അത്രയും വേണം.
DRDOയുടെ പ്രോജക്റ്റ് കൗഡില്യ എന്ന് പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്. കൗഡില്യ പദ്ധതി. അത് 436 കിലോ 749 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ വരുന്ന ഉപഗ്രഹമാണ് കൗഡില്യ. നമുക്ക് എമിസാറ്റ് മറ്റേ ടിബറ്റിൽ നോക്കുന്നുണ്ട്, എമിസാറ്റ് ഉപഗ്രഹം. പിന്നെ എലിൻഡ് അതും അവിടെ നോക്കുന്നുണ്ട്, എമിസാറ്റ് എലിൻഡ് ഒക്കെ. പിന്നെ കൗഡില്യ എന്ന് പറഞ്ഞൊരെണ്ണം. പിന്നെ നമ്മൾ എന്തായാലും ഈ അയൽപക്കത്തെ ഭീഷണി കാരണം ഒരു ഉപഗ്രഹ പദ്ധതി യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉപഗ്രഹങ്ങൾ വരുന്നതോടുകൂടി നമ്മളൊരു ചെറിയ ഒരു മുന്നേറ്റം നടത്തുന്നതേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നേരത്തെ കണക്ക് വെച്ച് നോക്കിയപ്പോൾ 250 270 നമുക്കുള്ളൂ. അതിപ്പോ ചൈനയുടെ 6000 വേണം. അങ്ങനെ 10-20 ഇരട്ടി വേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലേ? എന്തായാലും നമ്മൾ കാലത്തിനനുസരിച്ച് മാറട്ടെ അല്ലേ, നമുക്ക് മുന്നേറ്റം ഉണ്ടാകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.